അപ്പോൾ എന്താണ് ഈ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്? അപ്പോൾ ഇതൊരു പുതിയ വൈറസ് അല്ല, ഇത് പണ്ട് മുതലേ കണ്ടുപിടിക്കപ്പെട്ട ഒരു വൈറസാണ്. കോവിഡ് ഉണ്ടാക്കുന്ന കൊറോണ വൈറസുമായിട്ടാണ് നമ്മുടെ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ഇപ്പോൾ താരതമ്യം ചെയ്യപ്പെടുന്നത്. പല ആളുകൾക്കും അത് സീരിയസ് ആയ ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാക്കി. തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ വരുന്ന സ്രവങ്ങൾ മുന്നിൽ നിൽക്കുന്ന രോഗമില്ലാത്ത ഒരാളുടെ മൂക്കിലേക്കോ അല്ലെങ്കിൽ കണ്ണിലേക്കോ വീഴുന്നത് വഴി ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാം. വളരെ അപൂർവമായി ചില ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ ഇത് കുറച്ച് സീരിയസ് ആയേക്കാം. HMPV അല്ലെങ്കിൽ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്, അതാണല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. കോവിഡ് മഹാമാരിക്ക് ശേഷം ഏത് വൈറസിനെ പറ്റി കേട്ടാലും നമ്മൾ മലയാളികൾക്ക് വളരെ പേടിയാണ്. കോവിഡ് മഹാമാരി പോലെ ഒരു മഹാമാരി HMPV കാരണം വരാൻ പോകുന്നു എന്നാണ് എല്ലാവരും ഭയന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്? അത് നമുക്ക് നോക്കാം. ആദ്യമേ പറയട്ടെ, ഇതൊരു പുതിയ വൈറസ് അല്ല. ഒരു 60 വർഷങ്ങൾക്ക് മുൻപേ തന്നെ കണ്ടുപിടിക്കപ്പെട്ട ഒരു സാധാരണ ജലദോഷപ്പനി ഉണ്ടാക്കുന്ന ഒരു വൈറസാണ് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്. ഇത് കഴിഞ്ഞ പല വർഷങ്ങളിലായി ഈ വിൻ്റർ സീസൺ, അതായത് തണുപ്പ് കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ജലദോഷപ്പനിക്ക് കാരണമായ പല വൈറസുകളിൽ ഒന്ന് മാത്രമാണ് ഈ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്. അത് ഇപ്പോൾ ചൈനയിൽ ഈ പറഞ്ഞ തണുപ്പ് കാലത്ത് കൂടുതൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, അതായത് ശ്വാസകോശ സംബന്ധമായ ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ അതിൽ ഇൻഫ്ലുവൻസ മുതലായ വൈറസുകൾ കണ്ടുപിടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് കൂടി കണ്ടുപിടിക്കപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് അത് ഇങ്ങനെ വ്യാപിക്കുന്നു എന്ന തരത്തിലുള്ള പല പ്രചരണങ്ങളും ഇന്ന് നമ്മുടെ നവമാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊരു പുതിയ വൈറസ് അല്ല, ഇത് പണ്ട് മുതലേ കണ്ടുപിടിക്കപ്പെട്ട ഒരു വൈറസാണ്. കോവിഡ് ഉണ്ടാക്കുന്ന കൊറോണ വൈറസുമായിട്ടാണ് നമ്മുടെ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ഇപ്പോൾ താരതമ്യം ചെയ്യപ്പെടുന്നത്. കൊറോണ വൈറസ് 2020 ഈ കോവിഡ് ഉണ്ടാക്കുന്ന കൊറോണ വൈറസ്, SARS-CoV-2 വൈറസ്, അന്ന് ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ട ഒരു വൈറസാണ്. അത് വളരെയധികം വേഗതയിൽ പടർന്നു പിടിച്ചു. പല ആളുകൾക്കും അത് സീരിയസ് ആയ ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ഈ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസിനെ നമുക്ക് ഒരു രീതിയിലും കൊറോണ വൈറസുമായിട്ട് താരതമ്യം ചെയ്ത് അതേ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വൈറസാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതുവരെ നടത്തിയ പഠനങ്ങളിലൊന്നും തന്നെ ഒരു ജനിതക വ്യതിയാനം സംഭവിച്ച വൈറസാണ് ഈ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്നൊന്നും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഇനി ഏത് ജലദോഷപ്പനി ഉണ്ടാക്കുന്ന വൈറസുകളെ നോക്കിയാലും അവയെല്ലാം പകരുന്നത് ഒരു കോമൺ രീതിയിലായിരിക്കും. അപ്പോൾ അത് നമ്മുടെ രോഗമുള്ള ഒരാളുടെ സ്രവങ്ങളിൽ നിന്നും, അത് മൂക്കിൽ നിന്നോ വായിൽ നിന്നോ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ വരുന്ന സ്രവങ്ങൾ മുന്നിൽ നിൽക്കുന്ന രോഗമില്ലാത്ത ഒരാളുടെ മൂക്കിലേക്കോ അല്ലെങ്കിൽ കണ്ണിലേക്കോ വീഴുന്നത് വഴി ഈ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാം. അല്ലെങ്കിൽ ഈ സ്രവങ്ങൾ ഒരു പ്രതലത്തിൽ വീണ് അതിൽ രോഗമില്ലാത്ത ഒരാൾ തൊട്ട് അവരുടെ കണ്ണിലോ മൂക്കിലോ സ്പർശിക്കുന്നതിലൂടെയും ഇത് പകരാവുന്നതാണ്. ഇതിനെ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയെ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ എന്നും ഈ പ്രതലങ്ങൾ വഴി പടരുന്നതിനെ ഫോമൈറ്റ് ട്രാൻസ്മിഷൻ എന്നും നമ്മൾ പറയും. അപ്പോൾ ഇത് എല്ലാ തരം ജലദോഷപ്പനി ഉണ്ടാക്കുന്ന വൈറസുകൾക്കും ഇത് ഒരുപോലെ ആണ്. ഇനി എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? സാധാരണയായി നമ്മുടെ മൂക്കിലും തൊണ്ടയിലും ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻ, അതായത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ് ഈ HMPV വൈറസ് ഉണ്ടാക്കാറ്. അത് ഇൻഫെക്ഷൻ വന്ന് ഒരു 2 മുതൽ 5 ദിവസത്തിനുള്ളിൽ ഈ ലക്ഷണങ്ങൾ പ്രകടമാവും. ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മൂക്കൊലിപ്പ്, അല്ലെങ്കിൽ ജലദോഷം, തൊണ്ടവേദന, നേരിയ ചുമ, പനി, ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. മിക്ക ആൾക്കാരിലും ഒരാഴ്ച കൊണ്ട് ഈ ലക്ഷണങ്ങളൊക്കെ മാറുന്നതാണ്. ഇതിപ്പോൾ ചികിത്സ എടുത്താലും എടുത്തില്ലെങ്കിലും ഒക്കെ മാറുന്ന ലക്ഷണങ്ങളാണ് HMPV-യുടേത്. വളരെ അപൂർവമായി ചില ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ ഇത് കുറച്ച് സീരിയസ് ആയേക്കാം. ഉദാഹരണത്തിന് ചെറിയ കുട്ടികൾ, 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, വളരെ മുതിർന്ന പൗരന്മാർ, ഗർഭിണികൾ, അതുപോലെ പ്രതിരോധശേഷി കുറവുള്ള രോഗികൾ, ഉദാഹരണത്തിന് ക്യാൻസർ രോഗികൾ, കീമോതെറാപ്പി എടുക്കുന്നവർ, കാലങ്ങളോളം സ്റ്റിറോയിഡ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർ, ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവർ,
അതുകൂടാതെ ഹൃദയം, ശ്വാസകോശം, വൃക്ക, ലിവർ തുടങ്ങിയ അവയവങ്ങളുടെ കാലങ്ങളായിട്ടുള്ള രോഗങ്ങളുള്ളവർ, ഇവരിലൊക്കെ ചിലപ്പോൾ അപൂർവമായി ഈ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ശ്വാസകോശത്തെ ബാധിച്ച് ന്യൂമോണിയ, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്നിവ ഉണ്ടായേക്കാം. പക്ഷെ അത് വളരെ അപൂർവമായൊരു സാധ്യത മാത്രമാണ്. ഇനി എങ്ങനെ ഇതിനെ നമുക്ക് പ്രതിരോധിക്കാം? അപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ജലദോഷപ്പനി ഉണ്ടാക്കുന്ന എല്ലാ വൈറസുകൾക്കും പ്രതിരോധ മാർഗം ഒന്ന് തന്നെയാണ്. അതായത് ഇപ്പോൾ രോഗമുള്ള ഒരാൾ ഒരിക്കലും ഒരു ആൾക്കൂട്ടത്തിൽ പോകരുത്. അവർ സ്വയം അവരുടെ വീടുകളിൽ ഐസൊലേറ്റ് ചെയ്യണം. ഇനി വളരെ അത്യാവശ്യത്തിന് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഫിറ്റ് ആവുന്ന ഒരു മാസ്ക് ധരിക്കണം. ഇനി രോഗമില്ലാത്തവരും രോഗികളെ സന്ദർശിക്കാൻ പോകുമ്പോൾ മാസ്ക് ധരിക്കുക. പിന്നെ നിങ്ങളുടെ കൈകളുടെ ശുചിത്വം, അതായത് ഹാൻഡ് ഹൈജീൻ പാലിക്കുക. ആൾക്കൂട്ടത്തിൽ അനാവശ്യമായി പോവാതിരിക്കുക. അതുപോലെ തന്നെ അനാവശ്യമായ ആശുപത്രി വിസിറ്റ് അത് ഒഴിവാക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് അനവധി വൈറസുകളുണ്ട് ജലദോഷപ്പനി ഉണ്ടാക്കുന്ന. അപ്പോൾ അതിൽ നമുക്ക് മുഖ്യമായിരിക്കുന്ന ഇൻഫ്ലുവൻസ പോലുള്ള വൈറസുകൾ ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇൻഫ്ലുവൻസയെ പ്രതിരോധിക്കാൻ അതിനെതിരെയുള്ള വാക്സിനേഷൻ സ്വീകരിക്കാവുന്നതുമാണ്. എന്നാൽ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസിന് വാക്സിനോ ഒന്നും ഇപ്പോൾ നിലവിൽ ഇല്ല. ഇനി ഇതിൻ്റെ ചികിത്സയെപ്പറ്റി ചോദിച്ചാൽ, ഈ വൈറസിനെതിരെ കൃത്യമായൊരു ആൻറ്റിവൈറൽ മരുന്ന് ഇല്ല. അപ്പോൾ ലക്ഷണങ്ങൾ വരുമ്പോൾ ആ ലക്ഷണങ്ങളെ ചികിത്സിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാറ്. ഇപ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസ, കൊറോണ വൈറസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനെതിരെ പ്രവർത്തിക്കുന്ന ആൻറ്റിവൈറൽ മരുന്നുകളുണ്ട്. അതുപോലെ ഒന്ന് ഈ വൈറസിനെതിരെ ഇല്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് നമ്മൾ ഒരിക്കലും വളരെ ഭയത്തോടു കൂടി കാണേണ്ട ഒരു വൈറസ് അല്ല. പക്ഷെ എന്നിരുന്നാലും ഏതൊരു ജലദോഷപ്പനി ഉണ്ടാക്കുന്ന വൈറസിനെയും പോലെ അതിനെ പ്രതിരോധിക്കുക എന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. കോവിഡുമായിട്ട് താരതമ്യം ചെയ്ത് ഒരിക്കലും ഭയക്കരുത്. അതായത് ഇത് അടുത്ത കോവിഡാണ് എന്ന രീതിയിൽ നമുക്ക് പല സ്ഥലത്തും പല മാധ്യമങ്ങളിലും വാർത്തകൾ വരുന്ന കാണാം. അങ്ങനെയുള്ള വാർത്തകളിൽ വിശ്വസിച്ച് ഒരിക്കലും അത് ഒരു ഭയചകിതരാവരുത്. പക്ഷേ അതേ സമയത്ത് തന്നെ ഇതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതുമാണ്.